ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സ്ത്രീകൾ സ്വാശ്രയരും സ്വയം പര്യാപ്തരുമാകാൻ ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സാമ്പത്തിക വളർച്ച, അടിസ്ഥാന സൌകര്യ വികസനം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ മറ്റെല്ലാ രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ മുന്നേറുകയാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയ്ക്കും ജപ്പാനും സഹകരിക്കാനാവുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മഹാകുംഭമേളയ്ക്ക് ഇന്ന് പ്രയാഗ്രാജിൽ സമാപനം. മഹാശിവരാത്രി ആഘോഷ നിറവിൽ രാജ്യം. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 4 വിക്കറ്റിന് 254 റൺ എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീകൾ സ്വാശ്രയരും സ്വയം പര്യാപ്തരുമാകാൻ ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലെ ബാഗേശ്വർ ധാമിൽ 251 പെൺകുട്ടികളുടെ സമൂഹ വിവാഹ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. പെൺമക്കളെയും സഹോദരിമാരെയും ശക്തരും കഴിവുള്ളവരുമാക്കുക എന്നത് സമൂഹത്തിലെ എല്ലാവരുടെയും കടമയാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. वुमेन डेवलपमेंट से वुमेन लेड डेवलपमेंट की ओर अग्रसर है, तो समाज के सभी लोगों का कर्तव्य बनता है कि वे बेटियों और बहनों को सबल और सक्षम बनाने में अपना योगदान दें. उनकी शिक्षा, स्वास्थ्य और सुरक्षा पर ध्यान दें. हमारे छोटे छोटे प्रयास हमारी बेटियों को सशक्त बनाएंगे. നവദമ്പതികൾക്ക് സാരി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. ഇവർക്ക് വീട്ടുപകരണങ്ങൾക്കൊപ്പം തയ്യൽ മെഷീനുകളും ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ലുകളും നൽകിയതിൽ ശ്രീമതി ദ്രൌപദി മുർമു സന്തോഷം പ്രകടിപ്പിച്ചു. സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിൽ ഉത്സവങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അരുണാചൽ പ്രദേശിലെ നൈഷി ഗോത്ര വിഭാഗത്തിന്റെ മഹോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക വളർച്ച, അടിസ്ഥാന സൌകര്യ വികസനം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ മറ്റെല്ലാ രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ മുന്നേറുകയാണെന്നും ശ്രീ ധൻകർ അഭിപ്രായപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിരോധശേഷി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയ്ക്കും ജപ്പാനും സഹകരിക്കാനാവുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ജപ്പാൻ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഫോറത്തിൽ വെർച്വലായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഫ്രിക്കയുടെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിനമായ ഇന്ന് പ്രയാഗ്രാജിൽ സമാപനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ പ്രയാഗ്രാജിൽ പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുകയാണ്. കഴിഞ്ഞ മാസം 13-ന് ആരംഭിച്ച മഹാകുംഭമേളയിൽ 64 കോടി 60 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തു. ചടങ്ങുകളുടെ അവസാന ദിനമായ ഇന്ന് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മഹാശിവരാത്രി ആഘോഷ നിറവിൽ രാജ്യം. രാജ്യത്തുടനീളമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നു. ശിവരാത്രി ആഘോഷങ്ങൾക്ക് പ്രശസ്തമായ ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണത്തിനായി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ ബലിതർപ്പണത്തിനായി 116 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. രാത്രി 10 മണിയോടെ ശിവരാത്രി ബലിയും നാളെ രാവിലെ 8:30 വാവുബലിയും നടക്കും. ഗുജറാത്തി കവി അനിൽ ജോഷിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ആധുനിക ഗുജറാത്തി സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ശ്രീ മോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്ത് നിലവിലുള്ള സ്വാഭാവിക ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഗുവാഹത്തിയിൽ അഡ്വാൻറ്റേജ് അസം 2.0 ഉച്ചകോടിയിൽ വ്യവസായികളും സംരംഭകരും അടങ്ങുന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹരിത ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനവും ഗെയിം ചേഞ്ചറുമാണ്. ഹരിത ഹൈഡ്രജന്റെ വില കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് ഊർജ്ജ ഉപഭോഗ സാഹചര്യത്തെ മാറ്റിമറിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട പോരാട്ടത്തിൽ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 4 വിക്കറ്റിന് 254 റൺ എന്ന നിലയിൽ. നാഗ്പൂരിലാണ് മത്സരം. കേരളത്തിന് വേണ്ടി MD നിതീഷ് 2 വിക്കറ്റ് വീഴ്ത്തി. കന്നി രഞ്ജി ട്രോഫി കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം കളത്തിലിറങ്ങിയത്. വനിതാ പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റിൽ മുംബൈ ഇന്ത്യൻസ് UP വാരിയേഴ്സ് മത്സരം. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം.
ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് പോരാട്ടം. കൊൽക്കത്തയിലാണ് മത്സരം. 4 മത്സരങ്ങൾ മാത്രം വിജയിച്ച ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ്. ഇടത്തരക്കാർക്കും കർഷകർക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോയമ്പത്തൂരിൽ BJP ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. के अंदर कई सारी मध्यम वर्ग, किसान और MSME की योजनाओं को देश के सामने रखकर किसानों के कल्याण के लिए, मध्यम वर्ग की भलाई के लिए और MSME के उनके बिजनेस के विस्तार के लिए कई सारी योजनाओं को लेकर मोदी जी हमारे सामने आए हैं. കോയമ്പത്തൂർ, തിരുവണ്ണാമലൈ, രാമനാഥപുരം പാർട്ടി ഓഫീസുകൾക്കുള്ള ശിലാഫലകം ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം നാളെ. ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലാണ് യോഗം. വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സന്നിഹിതരാകും. ഗെയിൻ ബിറ്റ്കോയിൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ 24 കോടിയോളം രൂപയുടെ ക്രിപ്റ്റോ കറൻസികൾ CBI പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 60-ലധികം സ്ഥലങ്ങളിൽ CBI തെരച്ചിൽ നടത്തി. തെരച്ചിലിൽ ഒട്ടേറെ ഹാർഡ്വെയർ ക്രിപ്റ്റോ വാലറ്റുകൾ, രേഖകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. 2015 ആരംഭിച്ച തട്ടിപ്പിൽ ബിറ്റ്കോയിൻ നിക്ഷേപങ്ങൾക്ക് പ്രതിമാസം 10% വരുമാനം നൽകുമെന്ന് പ്രതികൾ വാഗ്ദാനം ചെയ്തിരുന്നതായി CBI പറഞ്ഞു. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമായി രൂപരേഖ തയ്യാറാക്കി ഓസ്ട്രേലിയൻ സർക്കാർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയ ഇന്ത്യ ട്രേഡ് ആന്റ് ഇൻവെസ്റ്റ്മെന്റ് ആക്സിലറേറ്റർ ഫണ്ടിൽ $16 ദശലക്ഷം നിക്ഷേപിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ ഓഫീസ് അറിയിച്ചു. മൈത്രി സഹായ പദ്ധതിയിലേക്ക് $4 ദശലക്ഷം അധിക നിക്ഷേപവും ഓസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിച്ചു. സുഡാനിലെ ദുർമാൻ നഗരത്തിൽ സൈനിക വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണം 46ആയി. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെയാണ് അപകടം. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മുകശ്മീർ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ അതിർത്തി രക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പാകിസ്ഥാൻകാരൻ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെ പത്താൻകോട്ട് അന്താരാഷ്ട്ര അതിർത്തിയിലായിരുന്നു സംഭവം. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അയാളുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് പരിശോധിച്ചു വരികയാണെന്നും അതിർത്തി രക്ഷാസേന അറിയിച്ചു. ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 6-അംഗ സമിതിക്ക് രൂപം നൽകി. കായിക വികസന ജോയിന്റ് സെക്രട്ടറി കുനാലിനെ സമിതിയുടെ മേധാവിയായി തെരഞ്ഞെടുത്തതായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. സമിതി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരറ്റിയുടെ 9 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുറുഗ്വേ, ബാർബഡോസ്, ബഹാമസ്, നിക്കരാഗ്വ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യുറുഗ്വേയിൽ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം പങ്കെടുക്കും. സന്ദർശനവേളയിൽ വിവിധ വിദേശകാര്യ മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുമായി കേന്ദ്ര സഹമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ വംശജർ, പ്രവാസികൾ എന്നിവരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ബീഹാറിൽ 7 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം 36ആയി. നരേന്ദ്രമോദി സർക്കാർ എല്ലാ സ്കോളർഷിപ്പുകളുടെയും ഗുണഭോക്താക്കളുടെയും എണ്ണം കുറച്ചെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആരോപണത്തിനെതിരെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷകാര്യ മന്ത്രാലയം മുമ്പെങ്ങുമില്ലാത്ത വിധം ന്യൂനപക്ഷങ്ങളെ ശക്തിപ്പെടുത്തിയതായി ശ്രീ റിജിജു സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും സ്കോളർഷിപ്പുകളിലും വർധനയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകൾ സ്വാശ്രയരും സ്വയം പര്യാപ്തരുമാകാൻ ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സാമ്പത്തിക വളർച്ച, അടിസ്ഥാന സൌകര്യ വികസനം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ മറ്റെല്ലാ രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ മുന്നേറുകയാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയ്ക്കും ജപ്പാനും സഹകരിക്കാനാവുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മഹാകുംഭമേളയ്ക്ക് ഇന്ന് പ്രയാഗ്രാജിൽ സമാപനം. മഹാശിവരാത്രി ആഘോഷ നിറവിൽ രാജ്യം. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ, മണപ്പുറം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 4 വിക്കറ്റിന് 254 റൺ എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.